പാലക്കാട് നിയോജകമണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും കോടിപതികളും കോടീശ്വരന്മാരുമാണ്, അല്ലെങ്കിൽ കോടീശ്വരിയാണ്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സ്വത്ത് കണക്കിലാണ് ഈ വിവരം. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് കോടിയുടെ വിവരവുമായി ചേരുന്നു. പറയൂ ഷാരിഖ്, ഗുഡ് മോർണിംഗ്. ശരിക്കും 3 സ്ഥാനാർത്ഥികൾക്കും ഒരുപാട് കോടികളില്ലെങ്കിലും കോടികളുണ്ട്. അപ്പോൾ നമുക്ക് കോടിപതി എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശോഭാ സുരേന്ദ്രനും അതുപോലെ രമേഷ് പിഷാരടിക്കും ഒക്കെ തന്നെ കോടികളുടെ കണക്കാണ് അവർ സമർപ്പിച്ച അക്കൗണ്ട് ഡീറ്റെയിൽസിലാണ് ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. പറയൂ ഷാരിഖ്, കോടികളുടെ കണക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. കേരളത്തിൽ തന്നെ ഏറ്റവും രാഷ്ട്രീയപരമായി ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്, സ്റ്റാർ മണ്ഡലമാണ് പാലക്കാട് നിയോജക മണ്ഡലം. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും, അതായത് UDF, LDF, NDA മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ കോടിപതികളാണ് എന്ന് തന്നെ പറയാം. കാരണം അവരുടെ ആസ്തി, ഇന്നലെ നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ നൽകിയ അതായത് ആസ്തി സ്വത്ത് വിവര കണക്കിൽ 3 പേർക്കും അതായത് കോടികൾ ആസ്തിയുണ്ടെന്നാണ് നൽകിയിരിക്കുന്നത്. പാലക്കാട് UDF സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ നടനും സംവിധായകനുമായ രമേഷ് പിഷാരടിക്ക് 3,66 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. അതേപോലെ തന്നെ വ്യവസായിയും LDF സ്ഥാനാർത്ഥിയുമായ NMR റസാക്കിന് 2,60 ലക്ഷം രൂപ, അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് 1,95 ലക്ഷം രൂപയുടെ ആസ്തിയുമാണ് ഉള്ളത്. ഇതാണ് ഇവർ സ്വത്ത് വിവര കണക്കിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1,000 ലക്ഷം രൂപയും 5 പവൻ സ്വർണവും ഉണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ ഈ സ്വത്ത് വിവരത്തിൽ കാണിക്കുന്നുണ്ട്. 97 ലക്ഷം രൂപ വില വരുന്ന പാർപ്പിട ഭൂമിയും സ്വന്തമായി ഉണ്ടെന്നും രമേഷ് പിഷാരടി കാണിക്കുന്നു. അതുപോലെ തന്നെ ഭാര്യ സൗമ്യ രമേഷിന് 85.61 ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തും 50 പവൻ സ്വർണം ഉണ്ടെന്നുള്ള വിവരങ്ങൾ ഇതിലൂടെ കാണിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.